കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കുലദൈവമാണ് ശ്രീ പത്മനാഭസ്വാമി. രാജ്യവും സമ്പത്തും ശ്രീ പത്മനാഭന് സമർപ്പിച്ച് ശ്രീ പത്മനാഭദാസന്മാരായിട്ടായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ രാജ്യം ഭരിച്ചിരുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായ കഥ പറയാം. തുളു സന്യാസിയായ ദിവാകരമുനി ഭഗവാനിൽ ലയിക്കുന്നതിനു വേണ്ടി കഠിനമായ തപസ് ചെയ്തു. ദീർഘകാലം അത് തുടർന്നു. തപസ്സിൽ പ്രസന്നനായ മഹാവിഷ്ണു ഒരു ബാലന്റെ രൂപത്തിൽ മുനിയുടെ അടുത്തെത്തി. വിഷ്ണുവിൻ്റെ മായയാൽ ദിവാകരമുനിക്ക് ആ ബാലൻ നാരായണനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പൂജാവേളകളിൽ സ്ഥിരം ആ ബാലൻ വരികയും ബാലൻ്റെ സാന്നിധ്യം ദിവാകരമുനിക്ക് സന്തോഷം നൽകിയിരുന്നു. എന്നാൽ ബാലൻ എപ്പോഴും വികൃതികൾ കാണിക്കുമായിരുന്നു. ഒരു ദിവസം വികൃതി അതിരുവിട്ടു. മഹാവിഷ്ണുവിൻ്റെ പ്രതിബിംബമായി പൂജിച്ചിരുന്ന സാളഗ്രാമം ബാലൻ എടുത്ത് വായിലിട്ടു. സാളഗ്രാമം അശുദ്ധമാക്കിയതായി തോന്നിയ മുനിക്ക് ഇത് സഹിക്കാനായില്ല. ദിവാകരമുനി ബാലനോട് ദേഷ്യപ്പെട്ടു. ബാലൻ പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ബാലൻ അവിടെ നിന്നും പോയി. ബാലൻ പോയതിൽ വിഷമം തോന്നിയ ദിവാകരമുനി അവനെ തേടി ഇറങ്ങി. അവൻ്റെ അസാന്നിധ്യം മുനിയെ വിഷമിപ്പിച്ചു. ആ ബാലൻ പറഞ്ഞ അനന്തൻകാട് തേടി മുനി ഇറങ്ങി. എത്ര ശ്രമിച്ചിട്ടും അനന്തൻകാട് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ക്ഷീണിച്ച് വിശ്രമിക്കുമ്പോൾ ഒരു പുലയ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ശാസിക്കുന്നത് മുനി കേട്ടു. ഇനി വികൃതി കാണിച്ചാൽ അനന്തൻ കാട്ടിലേക്ക് നിന്നെ വലിച്ചെറിയുമെന്ന് അവൾ കുഞ്ഞിനോട് പറഞ്ഞു. ഇത് കേട്ട മുനി അനന്തൻകാട് എവിടെയാണെന്ന് ആ സ്ത്രീയോട് ചോദിച്ചു. അവൾ അനന്തൻകാട് മുനിക്ക് കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നപ്പോൾ മുനി കണ്ടത് അനന്തശയനത്തിൽ പള്ളികൊള്ളുന്ന ശ്രീ പത്മനാഭസ്വാമിയെയാണ്. അപ്പോൾ മുനിക്ക് മനസ്സിലായി, തൻ്റെ മുന്നിൽ ബാലനായിട്ട് വന്നത് വേറെ ആരുമല്ല, ഭഗവാൻ മഹാവിഷ്ണുവാണെന്ന്. തൻ്റെ ഭക്തന് ദർശനം നൽകിയ ശേഷം മഹാവിഷ്ണു ഭഗവാൻ അപ്രത്യക്ഷനായി. എന്നാൽ വീണ്ടും ഭഗവാന്റെ ദർശനം ലഭിക്കുന്നതിന് വേണ്ടി മുനി തപസ് തുടർന്നു. ദീർഘനാൾ തപസ് അനുഷ്ഠിച്ചപ്പോൾ മഹാവിഷ്ണു വീണ്ടും അനന്തശയന രൂപത്തിൽ മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ രൂപം ഒരുപാട് വലിപ്പമുള്ളതായിരുന്നു. ഭഗവാനെ പൂർണ്ണമായും ദർശിക്കാൻ മുനിക്ക് കഴിഞ്ഞില്ല. അതിനാൽ തനിക്ക് നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള രൂപം സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഈ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ ഭക്തന് ദർശിക്കാൻ സാധിക്കുന്ന വലിപ്പത്തിൽ ഇന്നു കാണുന്ന ആ രൂപം സ്വീകരിച്ചു.